യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. 119 സങ്കീർത്തനം 18 തിരുവചനം ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഞാൻ അങ്ങയെ കാണട്ടെ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കാണാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് നമ്മൾ കാണുന്നു, മറ്റ് ചില സമയങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഇനിയും മറ്റ് ചില സമയങ്ങളിൽ കണ്ണുകൾ നമുക്കുണ്ടെങ്കിൽ പോലും ഭയം നമ്മുടെ മേൽ അധികമായി വന്നാൽ കണ്ണ് മുഴുവൻ തിമിരം ബാധിച്ചതുപോലെയാകും. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖമായ മലയാളം പത്രത്തിൽ വന്ന ന്യൂസ് ഇങ്ങനെയാണ്. അതിൻ്റെ തലക്കെട്ട് അവർ ഇങ്ങനെ എഴുതി: പോലീസുകാരൻ്റെ വീട്ടിൽ കള്ളൻ കയറി, ആ കള്ളൻ ഒരു വികലാംഗനായിരുന്നു. ഇത് വായിച്ച എല്ലാവരും തന്നെ നെറ്റി ചുളിക്കാൻ തുടങ്ങി, മൂക്കത്ത് കൈവയ്ക്കാൻ തുടങ്ങി. എന്തൊരു കഷ്ടമാണ് ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ കള്ളൻ കയറുക, അതും ഒരു വികലാംഗനായ കള്ളൻ കയറുക. സത്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് ആ പാവപ്പെട്ട പോലീസുകാരന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത്? തീർച്ചയായും അയാളുടെ കണ്ണുകൾ അന്ധമായി പോയിട്ടുണ്ടായിരിക്കും. ഭയം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ വളരെയധികം അന്ധമായി പോകും. അതുകൊണ്ടല്ലേ ചില കുട്ടികൾ പറയുന്നത്, പരീക്ഷാ ഹാളിൽ സന്തോഷത്തോടെ പ്രവേശിച്ച് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി, പെട്ടെന്ന് കണ്ണുകൾ മുഴുവൻ എന്തോ തിമിരം ബാധിച്ചതുപോലെയായി, ഒരു പിടിയും കിട്ടിയില്ല, മൊത്തം ബ്ലാക്ക് ഔട്ടായിപ്പോയി. സഹോദരങ്ങളെ, ഭയം നമ്മളെ നിരായുധരാക്കും. ഭയം നമ്മെ ക്ഷീണിപ്പിക്കും. ഭയം നാം ആരാണെന്ന് മറന്നു കളയാൻ പോലും ഒരുപക്ഷെ നമ്മളെ പ്രേരിപ്പിച്ചേക്കും. ബൈബിളിലെ ഒരു വളരെ മനോഹരമായ ഒരു സംഭവം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സിറിയ രാജാവ് ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം, എങ്ങനെ ഇസ്രയേലിനെ കീഴടക്കാമെന്ന് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭടന്മാരോട്, രാജസന്നിധിയിലെ വ്യക്തികളോടെല്ലാം ആലോചന നടത്തുന്നു. പക്ഷേ ഇവർ നടത്തുന്ന മുഴുവൻ ആലോചനകളും യുദ്ധതന്ത്രങ്ങളും ഇസ്രയേലിലെ രാജാവ് അറിയുന്നു. അതുകൊണ്ട് അവർക്ക് ഉപരോധം രേഖപ്പെടുത്താൻ കഴിയുന്നു. ഒരു വിധത്തിലും ആക്രമിച്ച് ആ ദേശത്തെ കീഴടക്കാൻ പറ്റുന്നില്ല. സിറിയ രാജാവ് ഒരു ദിവസം ഭടന്മാരെയും കിങ്കരന്മാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ആരോ ഒറ്റുകൊടുക്കുന്നുണ്ട്. ഈ രാജ്യത്ത് നമ്മൾ ചെയ്യുന്ന ഈ ആലോചനകളെ മുഴുവൻ അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ അവർ ഈ കാര്യങ്ങൾ അറിയില്ല. സഹോദരങ്ങൾ, ഈ സമയത്ത് ഒരു ഭടൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മൾ ആരും പറഞ്ഞിട്ടല്ല നമ്മുടെ തന്ത്രമുഖങ്ങൾ എന്താണെന്ന് അവരറിയുന്നത്. മറിച്ച് ഇസ്രയേൽ രാജാവിന് ഉപദേശം കൊടുക്കുന്ന ഒരു ദൈവപുരുഷൻ, ഏലീഷ എന്നാണ് അയാളുടെ പേര്, ഒരു ദൈവപുരുഷൻ അവിടെയുണ്ട്. ആ ദൈവപുരുഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ സമൂഹങ്ങളിൽ ഒരു ദൈവപുരുഷനുണ്ടെങ്കിൽ വരാവുന്ന ഒട്ടേറെ വിപത്തുകളെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. നമ്മുടെ സഭാ കൂട്ടായ്മകളിൽ, പ്രാർത്ഥനാ സമൂഹങ്ങളിൽ, ഇടവക ദേവാലയങ്ങളിൽ ചില ദൈവപുരുഷന്മാരുണ്ടെങ്കിൽ വരാവുന്ന ഒരുപാട് പ്രതിസന്ധികളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. കത്തോലിക്ക തിരുസഭയിൽ അങ്ങനെ ഒരു മഹാദൈവപുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്നാണ്. അദ്ദേഹം സഭയിൽ വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന വിപത്തുകളെ ഒട്ടേറെ മുൻകൂട്ടി കണ്ട വലിയ ഒരു ദീർഘദർശിയായിരുന്നു, ഒരു പ്രോഫറ്റായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, സഭയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആപേക്ഷികവാദം, റിലേറ്റിവിസം, ഇത് വളരെ പ്രബലമാകും. ഇതിലൂടെ എല്ലാ വിശ്വാസങ്ങളും ഒന്നാണെന്ന് ചിലർ പ്രഘോഷിക്കും. അതിലൂടെ സഭയ്ക്ക് ഒട്ടേറെ ഉലച്ചിൽ ഉണ്ടാകും എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ പലരും അതിന് വില കൊടുത്തില്ല, അതിന് ആവശ്യമായ മൂല്യം കൽപ്പിച്ചില്ല. പക്ഷെ നാളുകൾ കഴിഞ്ഞ് ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്, അയാൾ ഒരു ദൈവപുരുഷനായിരുന്നു. അദ്ദേഹം ദീർഘമായ ദൃഷ്ടിയോടെ അന്ന് പറഞ്ഞത് സഭയെക്കുറിച്ചുള്ള ദർശനം വളരെ കൃത്യമായിരുന്നുവെന്ന്. ദൈവപുരുഷർക്ക്
വെളിപ്പെടുത്തി കൊടുക്കുന്നവ, ദൈവപുരുഷർ വായിച്ചെടുക്കുന്നവ പരസ്പരം പങ്കുവെക്കാനും സ്വീകരിക്കാനും ഒരു സഭാസമൂഹം, ഒരു കുടുംബ കൂട്ടായ്മ, ഒരു പ്രത്യേകമായ സമൂഹങ്ങൾ, സമിതികൾ തയ്യാറായി കഴിഞ്ഞാൽ ഒട്ടേറെ വിപത്തുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. സിറിയ രാജാവ് പറയുന്നു, വേറെ വഴിയൊന്നുമില്ല, നമുക്ക് ആ രാജ്യത്തെ കീഴടക്കണമെങ്കിൽ ആ ദൈവപുരുഷനെ നിഷ്കാസനം ചെയ്യണം, നശിപ്പിച്ച് കളയണം. അവർ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി രഥങ്ങളെ തയ്യാറാക്കി, കുതിരകളെ തയ്യാറാക്കി, വാളും പരിചകളുമായി പിറ്റേ ദിവസം പ്രഭാതത്തിൽ എലീഷ പ്രവാചകൻ താമസിക്കുന്ന വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. എലീഷ പ്രവാചകൻ്റെ വീട്ടിലാകട്ടെ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായ ഒരു ശിഷ്യനും മാത്രമേ ഉള്ളൂ. ആരോ വാതുക്കം മുട്ടുന്നത് കേട്ടുകൊണ്ട് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഒരു വലിയ സൈന്യവ്യൂഹം അവിടെ നിൽക്കുന്നത്. രഥങ്ങളും കുതിരകളും യുദ്ധ സാധനങ്ങളും സാമഗ്രികളും എല്ലാമായി പരശതം മനുഷ്യർ വീട് ആക്രമിച്ച് ഈ വീടിനെയും അതിലുള്ളവരെയും നശിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരിക്കലും ഒന്നും മനസ്സിലായില്ല, ഒരു പിടിയും കാര്യം കിട്ടിയില്ല. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്ധമായി പോയ സമയത്ത് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അല്ലയോ പ്രവാചക, നമ്മൾ നശിക്കാൻ പോകുന്നു. ഈ സംഭവവും ദീർഘദൃഷ്ടിയുള്ള എലീഷ പ്രവാചകൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ പറയുന്നൊരു വാക്യമുണ്ട് സഹോദരങ്ങളെ. വാക്യം ഇങ്ങനെയാണ്, നീ എന്തിനു ഭയപ്പെടണം, നിന്റെ കണ്ണുകൾ തുറന്നു നോക്കുക. നിന്റെ കണ്ണുകളെ തുറന്നു നോക്കിയാൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ, പെട്ടെന്ന് ഇയാൾക്ക് ഒരു പിടിയും കിട്ടിയില്ല, ശിഷ്യന് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അന്ധമായി പോയ ആ കണ്ണുകൾ ഒരിക്കൽ കൂടി അവൻ തുറന്ന് കാണാനായിട്ട് തുടങ്ങി. അവൻ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രവാചകനെയും അവനെയും ഉൾപ്പെടുന്ന ആ വീടിന് ചുറ്റും ഒരു സൈന്യവ്യൂഹം കാത്തു നിൽക്കുന്നു. ആരോ ഇവരെ പുതച്ച് പിടിച്ചിരിക്കുന്നത് പോലെ, ആരോ ഇവരെ മൂടിയിരിക്കുന്നത് പോലെ. എന്തിന്? എതിർവശത്ത് നിൽക്കുന്ന സൈന്യത്തിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ അംഗബലവും ആയുധബലവുമായി കാവൽ ദൂതന്മാരുടെ ഒരു സംരക്ഷണ വലയം ഇവർക്ക് ചുറ്റും ഉള്ളതായി അനുഭവപ്പെട്ടു. സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 34:7 നമ്മൾ വായിക്കും, ദൈവഭക്തർക്ക് ചുറ്റും കാവൽ ദൂതന്മാർ പാളയമടിച്ച് നമ്മെ സംരക്ഷിക്കുന്നുവെന്ന്. ദൈവദൂതന്മാർ സംരക്ഷിക്കുന്നുണ്ട് വിശ്വാസികളെ. ഇതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയിൽ എല്ലാ ആണ്ടുവട്ടത്തിലും ഒരു ദിവസം ഒക്ടോബർ മാസം 2-ാം തീയതി ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ അഥവാ കാവൽ ദൂതന്മാരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. എന്താണ് കാവൽ ദൂതന്മാർ ചെയ്യുന്നത്? കാവൽ ദൂതന്മാർ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. ഒന്നാമതായി, പല കാര്യങ്ങളും ഈ ദൂതന്മാർ നമുക്ക് വെളിപ്പെടുത്തി തരും, പല കാര്യങ്ങളും മറച്ചും പിടിക്കും. കൺസീലിംഗ് ആൻഡ് റിവീലിംഗ് എന്ന് പറയുന്ന 2 റെസ്പോൺസിബിലിറ്റിയാണ് കാവൽ ദൂതന്മാരെ പരിശുദ്ധാത്മാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. റിവീൽ ചെയ്യും, കൺസീൽ ചെയ്യും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോയിരിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ ഒരു വിധത്തിലും ചിന്തിച്ചിട്ടില്ല എന്ന് കരുതുക, ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ഒരു ഇൻറ്റ്യൂഷൻ പോലെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് കാവൽ ദൂതന്മാരാണ്. അതുപോലെ തന്നെ ചില സാധനങ്ങൾ, ചില കാര്യങ്ങൾ മറച്ചു പിടിക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. മറച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ മറച്ചു പിടിക്കാനും ഈ ദൈവദൂതൻ നമ്മെ സഹായിക്കും. സഭയുടെ ആദിമ കാലഘട്ടത്തിലെ ചരിത്രത്തിലുടനീളം മറച്ചു പിടിച്ചും വെളിപ്പെടുത്തിയും സഭയെ താങ്ങിയ, സഭയെ വളർത്തിയ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും സത്യത്തിൽ അവനാവശ്യമായവ വെളിപ്പെടുത്താനും അനാവശ്യമായവ ഒഴിവാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാവൽ ദൂതന്മാരെ നിയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി കാവൽ ദൂതനോട്, തൻ്റെ ദൈവദൂതനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കാരണവന്മാർ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഒരു കാവൽ ദൂതനുണ്ട്, അവൻ സംരക്ഷണം നൽകുന്നു. ഇതാ എലീഷ പ്രവാചകൻ ഇത് കാണുന്നു, തൻ്റെ ശിഷ്യഗണത്തെയും ശിഷ്യനെയും ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അവർ കൂടുതൽ ശക്തിയുള്ളവരായി. പെട്ടെന്ന് ഈ ശിഷ്യന് മനസ്സിലായി, ഞാൻ സാധാരണക്കാരനായ മനുഷ്യനല്ല,
ഞാൻ അസാധാരണക്കാരനായ മനുഷ്യനാണ്. കാരണം എനിക്ക് ചുറ്റും ഒരു കാവൽ സൈന്യം തന്നെ, ഭടന്മാരുടെ ഒരു സൈന്യം തന്നെ സ്വർഗത്തിലെ പിതാവ് അയച്ചു തന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇവർ കൂടുതൽ ശക്തിയുള്ളവരായി മാറി. എതിരായിട്ട് വന്ന സിറിയ രാജാവ് അയച്ച വ്യക്തികളെയും രഥങ്ങളെയും കുതിര കൊണ്ട് നടക്കുന്ന ആളുകളെയും മുഴുവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി അവരെ മറ്റൊരു ദേശത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇസ്രയേൽ രാജ്യം ആ കാലയളവിൽ പ്രത്യേകമായി സംരക്ഷണ വലയത്തിലായി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളെ പരിരക്ഷിക്കാൻ, വിശ്വാസികളെ പരിരക്ഷിക്കാൻ എന്നും സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ എന്നിലും നിങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് എലീഷ അന്ന് ശിഷ്യനോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ് കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ടും ദൈവപുരുഷന്മാർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടും ദൈവപുരുഷന്മാർ പറയുന്നവ ആ വിധത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടുമാണ് പലരും തകർക്കപ്പെട്ടു പോകുന്നത്. സത്യത്തിൽ നമ്മുടെ കണ്ണുകളെല്ലാം തിമിരം ബാധിച്ചതുപോലെ അന്ധമായിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച് കണ്ണുകൾ തുറന്നു നോക്കാം. ഇന്നലെ വരെ നിങ്ങൾ കാണാത്ത പലതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നലെ വരെ നിങ്ങൾ വിഭാവന ചെയ്തിട്ടില്ലാത്ത പലതും അകക്കണ്ണുകൾ വായിച്ചെടുക്കാൻ നിങ്ങളെ അനുവദിക്കും. ഇന്നലെ വരെ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് യാത്രയാകാൻ കഴിയും. അതെ, കണ്ണുകൾ തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശുദ്ധ തെരേസ, കൽക്കട്ടയിലെ തെരേസ, നമ്മൾ മദർ തെരേസ എന്ന് വിളിക്കുന്ന വിശുദ്ധാത്മാവ്, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ്. അവർ കൽക്കട്ടയിലായിരുന്നപ്പോൾ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ചേരി പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അവളുടെ അമ്മ അൽബേനിയയിൽ നിന്ന് അവൾക്കൊരു കത്തെഴുതിയത് ഇങ്ങനെയാണ്: അല്ലയോ തെരേസ, നീ ഇന്ത്യയിൽ പോയത് എന്തിനു വേണ്ടിയാണെന്ന് നീ മറന്നു കളയരുത്. നീ ഇന്ത്യയിൽ പോയത് അവിടെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും വേണ്ടിയിട്ടാണ്. തെരേസ, നീ ഓർക്കുന്നില്ലേ, നമ്മുടെ വീട്ടിൽ ഫീലി എന്ന് പറയുന്നുള്ളൊരു വേലക്കാരി പെൺകുട്ടി ഉണ്ടായിരുന്നത്? അവൾ സത്യത്തിൽ എന്തുകൊണ്ടായിരുന്നു നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നത്? കരയാനുള്ള കാരണം അവളുടെ അനാഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. അവൾക്ക് ആരും ഇല്ല എന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളായിരുന്നു അനാഥമാണ് എന്ന് ചിന്തിച്ച് അവളെ സനാഥയാക്കി മാറ്റിയത്. എങ്കിൽ ഇന്ത്യയിലായിരിക്കുന്ന നിനക്ക് വലിയ ചുമതലയുണ്ട്. സഹോദരങ്ങളെ, ഈ കത്ത് കിട്ടിയതിന് ശേഷമാണ് തെരേസ അങ്ങ് കൽക്കട്ടയിലെ മറ്റൊരു ദേശത്ത് പോയി, ഒരു ആശ്രമത്തിൽ പോയി വാർഷിക ധ്യാനം നടത്താൻ പോകുന്നത്. വാർഷിക ധ്യാനം സത്യത്തിൽ സ്വസ്ഥതയ്ക്ക് പകരം ഒട്ടേറെ അസ്വസ്ഥതയാണ് അവൾക്കുണ്ടായത്. അവൾ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല, ഞാൻ അതിനു വേണ്ടിയല്ല അൽബേനിയയിൽ നിന്ന് ഈ ദേശത്തേക്ക് വന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വളരെ വലുതാണ്. തിരിച്ച് പോകുന്ന സമയത്ത് അത്രയും നാളുകൾ ഒരു പരിധിവരെ അന്ധമായി പോയ അവളുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്നു. അത്രയും കാലം യാത്ര ചെയ്ത വഴിയിലൂടെ തന്നെയാണ് അവൾ മടക്കയാത്ര നടത്തുന്നത്. പക്ഷേ അന്നുവരെ നടത്തിയ മടക്കയാത്രകൾ പോലെ ആയിരുന്നില്ല അന്ന് വാർഷിക ധ്യാനം കഴിഞ്ഞ് അവൾ ആയിരിക്കുന്ന ലൊറേറ്റോ കോൺവെൻറ്റിലേക്ക് അവൾ പോയത്. മറിച്ച് ചുറ്റുമുള്ള ചേരികളെ കാണാൻ അവൾ തുടങ്ങി. അവളുടെ കണ്ണ് തുറന്നതുകൊണ്ട് വായിക്കാത്ത വിധത്തിൽ അത്തരം സംഭവങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും വായിച്ചെടുക്കാൻ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകളെ ദൈവം തുറന്നതുകൊണ്ട് പുതിയ ഒരു സ്ഥലത്തേക്ക്, പുതിയൊരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കാൻ അവൾക്ക് കഴിഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുമ്പോഴാണ് കാണാത്തത് കാണുവാൻ നമുക്ക് കഴിയുന്നത്. ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്തത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മെ മറച്ചു പിടിക്കാനും വെളിപ്പെടുത്താനും നമുക്കായി പറഞ്ഞു വിട്ടിരിക്കുന്ന ദൈവദൂതരെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് ലഭിക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഏലാ താഴ്വരയിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന 2 സമൂഹങ്ങളെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കൊരു പക്ഷേ പരിചിതമായ ഒരു ബൈബിൾ ഭാഗമാണത്. ഒരു ഭാഗത്ത് സാവൂൾ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൻ്റെ ഭടന്മാർ നിൽക്കുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കാനും ഇസ്രയേലിനെ അടക്കി ഭരിക്കാനുമായി നിൽക്കുന്ന ഫിലിസ്തീർ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നു. ഫിലിസ്തീരുടെ നേതാവായി അവർ വെച്ചിരിക്കുന്നത് ഗോലിയാത്ത് എന്നുള്ള വലിയ ഒരു പുരുഷനെയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് സാധാരണമായ ബലമുള്ള ശക്തിയുള്ള ഭടന്മാരെ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് ജസയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായ
ദാവീദ് എന്ന് പറയുന്ന ഇടയ ചെറുക്കനെ ജ്യേഷ്ഠന്മാർ യുദ്ധമുഖത്ത് യുദ്ധത്തിന് പോയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. മലരും നെയ്യും മറ്റ് സാധനങ്ങളും എല്ലാം കൊടുത്ത് അവരെ ശരീരപുഷ്ടി പ്രാപിപ്പിച്ചുകൊണ്ട് യുദ്ധം വളരെ മനോഹരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു വിട്ടതാണ്. അവിടെ ഭക്ഷണവുമായിട്ട് ചെല്ലുന്ന നേരത്ത് ദാവീദ് കാണുന്നത് ആകെ വേദനിപ്പിക്കുന്ന സംഭവമായിരുന്നു. ദാവീദ് കാണുന്നത് എങ്ങനെയാണ്? അപ്പുറത്ത് നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട് ഇവിടെയുള്ള ആളുകൾ വിറച്ച് നിൽക്കുകയാണ്. അവർ പറയുകയാണ്, അയ്യോ ഗോലിയാത്ത് വലിയ ശക്തനാണ്, ഗോലിയാത്തിന് വലിയ മസിൽ പവറുണ്ട്, ഗോലിയാത്തിന് വലിയ ബോഡി പവറുണ്ട്, അവനെ നമുക്ക് നേരിടാൻ പറ്റില്ല, നമ്മൾ വളരെ എളിയ ജനമാണ്, നമ്മൾ കഴിവ് കുറഞ്ഞവരാണ്. സഹോദരങ്ങളെ, ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഇസ്രായേലിലെ ഇവൻ്റെ ജ്യേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നത്. ദാവീദിന് സഹിക്കാൻ പറ്റിയില്ല. ദാവീദ് സാവൂൾ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നമ്മളങ്ങനെ നിൽക്കാൻ പാടില്ല, നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല, കാരണം നമ്മളുടെ ദൈവം ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവമാണ്. എന്നിട്ട് അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്ന ആ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ നമ്മളിൽ ആരുമില്ലേ? സഹോദരങ്ങളെ, ഇവൻ്റെ മനസ്സാകെ വേദനിച്ചു പോയി, ഇവൻ്റെ മനസ്സാകെ ഉരുകിപ്പോയി. അവൻ പറഞ്ഞു, നമുക്ക് യുദ്ധത്തിനിറങ്ങാം. ഇത് പറയുന്ന നേരത്ത് ഓർക്കണം, ഏറ്റവും വീട്ടിലെ ഇളയ മകനായതുകൊണ്ട് അവന് ശേഷിയും കഴിവും കുറവായതുകൊണ്ടാണ് ആടിനെ മേയ്ക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. ഇവൻ വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. സൗൾ രാജാവ് പറഞ്ഞു, എങ്കിൽ നീ ഇറങ്ങുക. അവൻ പറഞ്ഞു, തീർച്ചയായും അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടിക്കൊണ്ടുവന്ന് രാജാവായ നിൻ്റെ മുമ്പിൽ വയ്ക്കും. സഹോദരങ്ങളെ, ഇവൻ ആരാണെന്ന് ഇവന് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് നിർഭയം യുദ്ധമുഖത്തിൽ ഇറങ്ങാനും യുദ്ധത്തിൽ വിജയം വരിക്കാനും അവന് കഴിഞ്ഞു. ഇവന് ദൈവം കൊടുത്ത ഇവൻ്റെ അകക്കണ്ണുകളെയും പുറത്തെ കണ്ണുകളെയും ഒരുപോലെ തുറന്നു നോക്കാൻ അവന് കഴിഞ്ഞതുകൊണ്ട് സത്യത്തിൽ അവന് ഈ എതിർ ശക്തിയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ എല്ലാം നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മളിൽ അധികമായി ഭയം കുടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭയം നീ ആരാണെന്ന് നിന്നെ മറന്നു കളയാൻ നിർബന്ധിക്കും. ഭയം നിന്നെ നിരായുധനാക്കും. ഭയം നിൻ്റെ ശക്തി മുഴുവൻ ശോഷിപ്പിച്ച് കളയും. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, ദൈവമേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഓ ലോർഡ്, ഓപ്പൺ മൈ ഐസ് സോ ദാറ്റ് ഐ ക്യാൻ സീ യു. ദൈവമേ, എനിക്ക് നിന്നെ കാണണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപാസന ഉപാസന വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സൗഖ്യമേ, ആരാധന. അവനെ നോക്കിയവരെല്ലാം
പ്രകാശിതരായി ദിവ്യകാരുണ്യ യേശുവിനെ നോക്കുന്നവരെല്ലാം പ്രകാശിതരാകുന്നു. നമ്മുടെ ആരുടെ എല്ലാം ജീവിതത്തിൽ അന്ധകാരം വ്യാപിക്കുന്നുണ്ടോ അവരെല്ലാം നോക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശം തളം കെട്ടുന്ന ജീവിതമായി രൂപാന്തരപ്പെടുന്നു. ദിവ്യകാരുണ്യ യേശുവേ, ഒട്ടേറെ ഭയത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന ദൈവമക്കളെ ഈ ആരാധനയിൽ പ്രത്യേകമായി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. രോഗത്തെക്കുറിച്ച് ഭയപ്പെടുന്നവർ, പരീക്ഷയെ ഭയപ്പെടുന്നവർ, താമസിക്കുന്ന വീടിനെക്കുറിച്ച് ഭയപ്പെടുന്നവർ, മറ്റാരെങ്കിലും പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് ഭയപ്പെടുന്നവർ, വിപരീതമായ സാഹചര്യങ്ങൾ കുടുംബത്തിൽ ആവർത്തിച്ചുണ്ടാകുമ്പോൾ അത് വല്ല ശാപമാണോ എന്ന് കരുതിക്കൊണ്ട് ഭയപ്പെടുന്നവർ, എനിക്കെന്തെങ്കിലും രോഗം വരുമോ എന്ന് ഭയപ്പെടുന്നവർ, എന്തെങ്കിലും മാരകമായത് എനിക്ക് സംഭവിക്കുമോ എന്നോർത്ത് ഭയപ്പെടുന്നവർ, കർത്താവെ, ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടു കൂടി അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ യേശുവേ, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അടിസ്ഥാനമിട്ടവൻ പണി പൂർത്തിയാക്കാതെ കരം പിൻവലിക്കുകയില്ല. ഞങ്ങൾക്ക് അടിസ്ഥാനമിട്ടവൻ ഞങ്ങളുടെ കർത്താവാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവൻ അവസാനിപ്പിക്കുകയില്ല. ഞങ്ങൾ അതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അടുത്തുണ്ട്. അവൻ ദൈവ ശുശ്രൂഷകന് ചുറ്റും പാളയമടിച്ച് സഞ്ചരിക്കുവാൻ ദൈവദൂതന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്. കർത്താവെ, ദൈവ ശുശ്രൂഷകരെ പ്രത്യേകം സമർപ്പിക്കുന്നു. അവർ ഏതെങ്കിലും വിധത്തിൽ ഭയത്തിൽ കഴിയുന്നവരാണെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ. പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കണമേ. അതെ, എനിക്കും നിങ്ങൾക്കും നിരാശപ്പെടാൻ 100 കാരണങ്ങളുണ്ട്. നിരാശപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യാശിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ ഒരു കാരണം ദിവ്യകാരുണ്യ കർത്താവാണ്. ആ ഒരു കാരണം തന്നെ നിരാശയുടെ മുഴുവൻ കാരണങ്ങളെയും മാറ്റിമറിക്കും. കർത്താവെ, പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ. എല്ലാ ഭയത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവമക്കളെ മോചിപ്പിക്കണമേ. സാത്താനെയും മരണത്തെയും പിശാചിൻ്റെ ചെയ്തികളെയും തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ, വ്യക്തി ജീവിതങ്ങൾ നിറയട്ടെ, രോഗാതുരമായ സാഹചര്യങ്ങൾ നിറയട്ടെ, ശുശ്രൂഷ ജീവിതങ്ങൾ നിറയട്ടെ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം, ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാൻ. ദിവ്യകാരുണ്യ യേശുവേ, ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ ദൈവ മക്കളെയും പ്രത്യേകം മോചിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കണമേ. നിന്റെ വെളിച്ചം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. നഷ്ടധൈര്യരാകേണ്ട എന്ന് നീ അവരോട് പറയണമേ. തളർന്നു പോകരുതേ എന്ന് അവരുടെ കാതുകളിൽ മന്ത്രിക്കണമേ. വിഷമിക്കേണ്ട എന്ന് നീ അവരോട് പറയണമേ. അവരുടെ നെറുകിൽ ചുംബിക്കണമേ. അവരെ മാറോട് ചേർക്കണമേ. അങ്ങയുടെ സ്വന്തമാക്കി പ്രിയപ്പെട്ടവരാക്കി നീ അവരെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖം കണ്ട് ദൈവമക്കൾ സ്വാതന്ത്ര്യം സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന,
ആരാധന